ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ്, ജോഗ്രഫി പാർട്ടിലുള്ള ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ 3 പാർട്ട് നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പം നമ്മൾ സെൻട്രൽ ഹിമാലയാസ് തൊട്ടിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതുവരെ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട്സൊക്കെ തയ്യാറാക്കി നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഫസ്റ്റത്തെ ടോപ്പിക്കായിട്ടുള്ള സെൻട്രൽ ഹിമാലയാസ് മുതൽ തുടങ്ങാം. എന്താണ് സെൻട്രൽ ഹിമാലയാസ്? ദ പാർട്ട് ഓഫ് ഹിമാലയാസ് ഫ്രം റിവർ കാളി ടു റിവർ തീസ്ത ഇസ് സെൻട്രൽ ഹിമാലയാസ്. സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? കാളി നദി മുതൽ തീസ്ത നദി വരെ ഉള്ള ഹിമാലയൻ ഭാഗത്തെയാണ് നമ്മൾ സെൻട്രൽ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഏത് ഹിമാലയാസ് ആണ്? ദ പാർട്ട് ഓഫ് ഹിമാലയാസ് ഫ്രം റിവർ കാളി ടു റിവർ തീസ്ത ഈസ് ദ സെൻട്രൽ ഹിമാലയാസ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. സെൻട്രൽ ഹിമാലയാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി നേപ്പാൾ ഹിമാലയ. ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ഡാർജിലിംഗ് ആർ ഇൻ ഇന്ത്യ. ആകെ നമ്മുടെ ഈ സെൻട്രൽ ഹിമാലയയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. ബാക്കി കൂടുതൽ ഭാഗം എവിടെയാണ്? നേപ്പാളിലുള്ളത് കൊണ്ട് തന്നെയാണ് സെൻട്രൽ ഹിമാലയക്ക് എന്ത് പേര് വന്നത്? നേപ്പാൾ ഹിമാലയാസ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലാകെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റേൺ സിക്കിമിലും അതുപോലെ ഡാർജിലിങ്ങിലുമാണ് നമ്മുടെ ഈ സെൻട്രൽ ഹിമാലയാസ് ഇന്ത്യയിലുള്ളത്. സെൻട്രൽ ഹിമാലയാസിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. ബാക്കി മുഴുവൻ ഭാഗവും നേപ്പാളിലാണ്. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഹിമാലയാസിനെ നേപ്പാൾ ഹിമാലയ എന്ന് വിളിക്കാൻ കാരണം. ഇത് ഹിമാലയ എവിടെ മുതൽ എവിടെ വരെയാണ്? റിവർ കാളി ടു റിവർ തീസ്ത വരെയാണ് സെൻട്രൽ ഹിമാലയ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഈ സെൻട്രൽ ഹിമാലയയിൽ പഠിക്കുന്നുണ്ട്. ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് ഏതാണ്? നമ്മളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലേ. ഈ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. മൗണ്ട് കാഞ്ചൻജംഗ ആൻഡ് നതുല പാസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ അല്ലേ. അപ്പോൾ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഹിമാലയയുടെ ഭാഗത്താണ്. ഓക്കെ, സെൻട്രൽ ഹിമാലയയിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. അത് മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. അതുപോലെ ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുകളാണ് മൗണ്ട് കാഞ്ചൻജംഗ. ഓക്കെ, അതും എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സെൻട്രൽ ഹിമാലയയിലാണ്. അതുപോലെ അവിടെയുള്ള ഒരു പാസിൻ്റെ പേരാണ് നത്തുല പാസ്. ഓക്കെ, നത്തുല പാസ്. അപ്പം ഇത്രയും 4 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ ഹിമാലയാസിനെ കുറിച്ചിട്ട് മിസ് പെട്ടെന്നൊന്നും കൂടി പറഞ്ഞു തരാം. ഹിമാലയയുടെ റിവർ തീസ്ത അല്ലേ, റിവർ കാളി മുതൽ റിവർ തീസ്ത വരെയുള്ളതാണ് സെൻട്രൽ ഹിമാലയ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് നേപ്പാൾ ഹിമാലയാസ് എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം സെൻട്രൽ ഹിമാലയാസിൻ്റെ കൂടുതൽ ഭാഗവും സിറ്റുവേറ്റ് ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ ഇന്ത്യയിലാകെ ഒരു ചെറിയ പാർട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വെസ്റ്റേൺ സിക്കിമിലും ഡാർജിലിങ്ങിലുമാണ്. അതുപോലെ നമ്മുടെ വേൾഡ്സിൻ്റെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഹിമാലയാസിലുള്ളതാണ് മൗണ്ട് കാഞ്ചൻജംഗ ആൻഡ് നത്തുല പാസും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഹിമാലയാസും കഴിഞ്ഞു. ഇനി നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസ് പഠിച്ചു, അതുപോലെ സെൻട്രൽ ഹിമാലയാസ് പഠിച്ചു, അതുപോലെ ഈസ്റ്റേൺ ഹിമാലയാസും ഉണ്ട്. റീജിയണൽ ഡിവിഷനിൽ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. വെസ്റ്റേൺ, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ. അപ്പം അതിലുള്ള ലാസ്റ്റ് ആണ് നമ്മുടെ റീജിയണലിലെ ലാസ്റ്റ് ഹിമാലയാണ് ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പം നോക്ക്, ദീസ് ആർ ലോ ഹിൽസ് ആസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ ഹിമാലയാസ്. വെസ്റ്റേൺ ഹിമാലയാസിനൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ചെറിയ കുന്നുകളാണ്, ലോ ഹിൽസ് ആണ്. വലിയ പർവ്വതങ്ങളൊന്നുമില്ല, ചെറിയ കുന്നുകളാണ്, ലോ ഹിൽസ് ആണ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ ഹിമാലയാസ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഈസ്റ്റേൺ ഹിമാലയാസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസാം ഹിമാലയാസ്. എന്താണ്? ആസാം ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ചോദിക്കാം, ആസാം ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഏത് ഹിമാലയാസ് ആണ്? ഈസ്റ്റേൺ ഹിമാലയാസിനെയാണ് നമ്മൾ ആസാം ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയയിലുള്ള ഏറ്റവും വലിയ കൊടുമുടിയാണ്, ഹയസ്റ്റ് പീക്കാണ് ഏത്? നംച ബർവ. കേട്ടിട്ടില്ലേ? നംച ബർവ. അപ്പം നംച ബർവയാണ് ഈസ്റ്റേൺ ഹിമാലയാസിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക്. ഏറ്റവും നല്ല ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാണ് നംച ബർവ. ഓക്കെ, അതുപോലെ അവിടെയുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്?
ഏതൊക്കെ നദികളാണ് നമ്മുടെ ഈ ഭാഗത്തൂടെ ഒഴുകുന്നത്, ഈസ്റ്റേൺ ഹിമാലയാസിലൂടെ ഒഴുകുന്നത്? ഏറ്റവും ആദ്യമായിട്ട് ബ്രഹ്മപുത്ര, പിന്നെ കാമേങ് ഉണ്ട്, ലോഹിത് ഉണ്ട് ആൻഡ് സുബൻസിരി. ഇവയെല്ലാമാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിലൂടെ പാസ് ചെയ്യുന്ന റിവേഴ്സ്. ഏതൊക്കെ? ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത് ആൻഡ് സുബൻസിരി. ഇത്രയും റിവേഴ്സ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ 2 ഇമ്പോർട്ടൻറ്റ് പാസസ് ഉണ്ട്. പാസസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പാസസ് എന്ന് പറഞ്ഞാൽ ചുരമാണ്, ചുരം. അപ്പം ഇവിടെയിൽ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിലുള്ള 2 ചുരങ്ങളാണ് ബോംദില ആൻഡ് ദിഫു. ബോംദില ആൻഡ് ദിഫു. ഈ 2 പാസസും നമ്മുടെ ഏതിലൂടെ പാസ് ചെയ്യുന്നതാണ്? നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് പാസസ് ആണ്. ഞാനൊന്നും കൂടി പറഞ്ഞു തരാം. ഈസ്റ്റേൺ ഹിമാലയാസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ പഠിക്കുകയാണ്. ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വെറും ലോ ഹിൽസ് ആണ് അല്ലേ? ദീസ് ആർ ലോ ഹിൽസ് ആസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ ഹിമാലയാസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആസാം ഹിൽസ്. അതിന് മറ്റൊരു പേരെന്താണ്? അസാം ഹിൽസും എന്നറിയപ്പെടുന്നുണ്ട്. അവിടെയുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് ഏതാണ്? നംച ബർവയാണ്. നംച ബർവ. അതുപോലെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത് ആൻഡ് സുബൻസിരി. അതുപോലെ 2 ഇമ്പോർട്ടൻറ്റ് പാസസും ഉണ്ട്, ബോംദില ആൻഡ് ദിഫു. ഓക്കെ, ഇനി നമ്മൾ പൂർവാചൽ ഹിൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ ഹിൽസ് എന്നൊക്കെ ഏതായിരുന്നു? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമ്മൾ മെയിൻലി 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർത്ത് നോക്കിക്കേ. ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, ഹിമാലയാസ് ഉണ്ട്, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ ഹിൽസ് ഉണ്ട്. അപ്പം നമ്മൾ ട്രാൻസ് ഹിമാലയാസിനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ഹിമാലയാസിനെ നല്ല ഡീപ്പായിട്ട് പഠിച്ചു. ഇനിയുള്ളതാണ് പൂർവാചൽ ഹിൽസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ ഈസ്റ്റേൺ ഹിൽസ് എന്ന് ഇവിടെ കൊടുക്കാൻ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ റീജിയണൽ ഡിവിഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ 2 ശേഷമുള്ളതാണ് ട്രാൻസ് ഹിമാലയക്കും ശേഷമുള്ളതാണ് ഏത്? നമ്മുടെ പൂർവാചൽ ഹിൽസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്? The Himalayan mountain hills having an average elevation from 500 to 3000 meters above mean sea level are known as Purvachal hills. Purvachal hills എന്ന് പറഞ്ഞാൽ the Himalayan mountain ഹിൽസ്, നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടെയിൻ ഹിൽസിന് ഇവിടുത്തെ ആവറേജ് എലവേഷൻ എന്ന് പറഞ്ഞാൽ 500 മുതൽ 3000 മീറ്റേഴ്സാണ്. ഏതാണ്? 500 മുതൽ 3000 മീറ്റേഴ്സാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ദ ഹിമാലയൻ മൗണ്ടെയിൻ ഹിൽസ് ഹാവിങ് ആൻ ആവറേജ് എലിവേഷൻ ഫ്രം 500 to 3000 മീറ്റേഴ്സിനെയാണ് നമ്മൾ പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹിൽസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാതെ പഠിക്കണം. ഏതൊക്കെയാണ്? പത്കൈപൂം, നാഗ, മിസോ, മണിപ്പൂർ ഹിൽസ് എന്നൊക്കെ. ഓക്കെ, ഏതൊക്കെയുണ്ട്? ഇപ്പം നാഗ ഉണ്ട്, ജെയിൻറ്റിയ ഉണ്ട്, വേറെയും കുറേ ഹിൽസ് ഉണ്ട് അല്ലേ? ജെയിൻറ്റിയ, അതുപോലെ എന്താണ് മിസോ. അപ്പം നിങ്ങൾ കുറച്ച് 4 പേര് ജസ്റ്റ് കാണാതെ പഠിക്കുക. പത്കൈപൂം, നാഗ ഹിൽസ്, മിസോ ഹിൽസ് ആൻഡ് മണിപ്പൂർ ഹിൽസ്. ഇത്രയും ഹിൽസാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിൽസിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ ചിറാപൂഞ്ചി ആൻഡ് മോസിൻറാം ലൊക്കേറ്റഡ് ഹിയർ റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. നമ്മുടെ ഈസ്റ്റേൺ ഹിൽസിലാണ് നമ്മുടെ ചിറാപൂഞ്ചിയും മോസിൻറാമും. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന ഒന്നാണ് ഇത്, ഈ പ്രദേശങ്ങൾ. ഇപ്പോൾ ചിറാപൂഞ്ചി, മോസിൻറാം ഒക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ ഹിൽസിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പൂർവാചൽ ഹിൽസ് എന്ന് പറഞ്ഞാൽ ദ ഹിമാലയൻ മൗണ്ടെയിൻ ഹിൽസ് ഹാവിങ് ആൻ ആവറേജ് എലവേഷൻ ഓഫ് 500 to 3000 മീറ്റേഴ്സ് ആണ്. അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ഹിൽസ് ഏതൊക്കെയാണ്? പത്കൈപൂം, നാഗ ഹിൽസ്, മിസോ ഹിൽസ് ആൻഡ് ദി മണിപ്പൂർ ഹിൽസ് ആണ്. അന്ന് അവിടെ അതേപോലെ തന്നെ ഇന്ത്യ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന, ഹയസ്റ്റ് റെയിൻഫോൾ കിട്ടുന്ന പ്ലേസസ് ആയിട്ടുള്ള ചിറാപൂഞ്ചിയും മോസിൻറാമും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പൂർവാചൽ ഹിൽസിലാണെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കണ്ടോ? റൂട്ട് ബ്രിഡ്ജ് ഇൻ മേഘാലയയിലുള്ള ഒരു റൂട്ട് ബ്രിഡ്ജാണ്. അവർ സംരക്ഷിച്ചിട്ട് റൂട്ടിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ, ഒരു പാലമാണ്. ഇനി
അടുത്ത ടോപ്പിക്കാണ് ക്ലൈമറ്റ്. നമ്മുടെ ഈ ഹിമാലയൻ റീജിയനിലുള്ള ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ദ ക്ലൈമറ്റ് ഓഫ് ദ ഹിമാലയൻ mountain zone varies according to the elevation and the topography of the respective part of the region. ഒരു നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻ സോണിലുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെയാണ്? അത് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്യും അല്ലേ? എന്തിനെ അനുസരിച്ചിട്ടാണ് മാറുന്നത്, വേരി ചെയ്യുന്നത്? എലവേഷനും ടോപ്പോഗ്രഫിയും. എലവേഷൻ ആൻഡ് ദി ടോപ്പോഗ്രഫി. എന്താ എലവേഷൻ എന്ന് പറഞ്ഞാൽ ഉയരവും, അതുപോലെ ടോപ്പോഗ്രഫി പറഞ്ഞാൽ ഭൂപ്രകൃതി. ഒരു ഹിമാലയൻ മൗണ്ടെയിൻ സോണിൻ്റെ കാലാവസ്ഥ ഉയരവും ഭൂപ്രകൃതിയും അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ റീജിയൻ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ഓഫ് ദ ഹിമാലയൻ മൗണ്ടെയിൻ സോൺ വേരീസ് അക്കോർഡിംഗ് ടു ദ എലവേഷൻ ആൻഡ് ദി ടോപ്പോഗ്രഫി ഓഫ് ദ respective part of the region. അതുപോലെ മൈൽഡ് ക്ലൈമറ്റ് പ്രിവെയിൽസ് അലോങ് ദ ലോവർ മൗണ്ടെയിൻ സ്ലോപ്പ് ആൻഡ് ദ ഷിവാലിക് ഫുഡ് ഹിൽസ്. നമ്മുടെ ലോവർ മൗണ്ടെയിൻ സ്ലോപ്സിൽ, ഏറ്റവും താഴെയായിട്ടുള്ള മൗണ്ടെയിൻ സ്ലോപ്സിൽ മൈൽഡ് ക്ലൈമറ്റാണ് പ്രിവെയിൽ ചെയ്യുന്നത്. ഒരു മീഡിയം ക്ലൈമറ്റാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷിവാലിക് ഫുഡ് ഹിൽസിലും ഇതുപോലെ മൈൽഡ് ക്ലൈമറ്റ് തന്നെയാണ്. ഇനി സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് ആർ റിസീവ്ഡ് അലോങ് ദ സദേൺ സ്ലോപ്സ് ഓഫ് ദ ഷിവാലിക് റേഞ്ചസ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് എവിടെ കിട്ടുന്നുണ്ട്? ആർ റിസീവ്ഡ് അലോങ് ദി സദേൺ സ്ലോപ്പ് ഓഫ് ദി ഷിവാലിക് റേഞ്ചസ്. ഷിവാലിക് റേഞ്ചസിൻ്റെ സദേൺ സ്ലോപ്സിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ലഭിക്കുന്നുണ്ട്. സ്നോഫോൾ ഈസ് കോമൺ ഇൻ ദ ഹയർ റീജിയൻസ് ഓഫ് ദി മൗണ്ടെയിൻ. മഞ്ഞുകാലം അല്ലേ, സ്നോഫോള് എവിടെ ലഭിക്കുന്നുണ്ട്? നമ്മുടെ മൗണ്ടെയിൻസിൽ, പർവ്വതത്തിൻ്റെ ഉയരമുള്ള പ്രദേശങ്ങളിൽ സ്നോഫോളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ക്ലൈമറ്റ് നമ്മൾ ഹിമാലയൻ മൗണ്ടെയിൻ സോണിൽ ക്ലൈമറ്റ് കാലാവസ്ഥ അവിടെ ഓരോ പ്രദേശത്തിൻ്റെയും ടോപ്പോഗ്രഫിയും എലവേഷനും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ലോവർ മൗണ്ടെയിൻ സ്ലോപ്സിലും അതുപോലെ ഷിവാലിക് ഫുഡ് ഹിൽസിലും മൈൽഡ് ക്ലൈമറ്റാണ് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് എവിടേക്ക് ലഭിക്കുന്നുണ്ട്? നമ്മുടെ ഷിവാലിക് റേഞ്ചസിൻ്റെ സദേൺ സ്ലോപ്സിലും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് കിട്ടുന്നുണ്ട്. സ്നോഫോൾ എവിടെയാണ് കിട്ടുന്നത്? മൗണ്ടെയിൻസിൻ്റെ ഹയർ റീജിയൻസിൽ, നല്ല ഉയരമുള്ള പ്രദേശങ്ങളിൽ സ്നോഫോളും ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ക്ലൈമറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത് കേട്ടോ. ഇനി ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്താണ്? ഡ്രെയിനേജ് സിസ്റ്റം. എന്തൊക്കെയാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നോക്കിക്കേ. ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് അലോങ് വിത്ത് ദെയർ ട്രിബ്യൂട്ടറീസ് ക്രിയേറ്റ് ദ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. നമ്മുടെ സിന്ധു നദി, അതുപോലെ ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 നദികളും കൂടി ചേർന്നിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം നിർമ്മിക്കുന്നത്. അപ്പോൾ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും പോഷക നദികളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഹിമാലയയുടെ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ദീസ് റിവേഴ്സ് ക്രിയേറ്റ് ലാൻഡ് ഫോംസ് സച്ച് ആസ് വി ഷേപ്ഡ് വാലീസ്, ഗോർജസ് ആൻഡ് വാട്ടർഫോൾസ്. ഈ നദികൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഈ നദികൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് വി ഷേപ്ഡ് വാലി. വി ഷേപ്ഡ് ആയിട്ടുള്ള വാലീസ്, താഴ്വരകളുണ്ട്. അതുപോലെ ഗോർജസ്, മലയിടുക്കുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടങ്ങളും ഈ റിവേഴ്സിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുഴകൾ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? വി ഷേപ്ഡ് വാലീസ്, ഗോർജസ് ആൻഡ് വാട്ടർഫോൾസ് ആണ്. ഓക്കെ, അത് എഴുതണേ, അങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇനി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ദ ഹിമാലയൻ റിവേഴ്സ് ആർ ഫ്ലഡ് പ്രോൺ ഇവൻ ഡ്യൂറിങ് സമ്മർ. എന്താ ചോദ്യം? നമ്മുടെ ഹിമാലയൻ നദികൾ, നമ്മൾ ഇപ്പം പറഞ്ഞ റിവേഴ്സൊക്കെ ഏതാണ്? ഹിമാലയൻ റിവേഴ്സാണ്. അപ്പോൾ ഇന്ന് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ ഇവ എന്താണ്? ദ ഹിമാലയൻ റിവേഴ്സ് ആർ ഫ്ലഡ് പ്രോൺ. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ഇവൺ ഡ്യൂറിങ് സമ്മർ സീസണിലും, വേനൽക്കാലത്ത് പോലും ഇവ ഫ്ലഡ് ഉണ്ടാക്കാൻ, വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹിമാലയൻ റിവേഴ്സ് ഫ്ലഡ് പ്രോൺ ആക്കാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ആസ് ദീസ് റിവേഴ്സ് ആർ ദ റെയിൻ ഫെഡ് ആൻഡ് സ്നോ ഫെഡ്, ദേ ആർ പെരന്യൽ ത്രൂ ഔട്ട് ദ ഇയർ. ഇവയുടെ പ്രത്യേകത എന്താണ്?
ഒരിക്കലും വറ്റാത്ത അല്ലെ വാട്ടർ റിച്ച് ആയിട്ടുള്ള റിവേഴ്സാണ്. അതിനാണ് നമ്മൾ പെരന്യൽ എന്ന് പറയുന്നത്. ഈ നദികളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ എപ്പോഴും മഴ ലഭിക്കും, അതുപോലെ മഞ്ഞ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പെരന്യലാണ്, വാട്ടർ റിച്ച് ആണ്. വർഷം തോറും വെള്ളം ഉള്ള നദികളാണ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ. ഓക്കെ, ഈ റിവേഴ്സ് നമ്മുടെ സമ്മർ സീസണിൽ പോലും ഫ്ലഡ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഹിമാലയൻ നദികളുടെ പാസേജസും അതുപോലെ ഹിമാലയൻ റിവർ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മാപ്പൊക്കെ നോക്കി പഠിക്കുക. അതുപോലെ നമ്മുടെ 3 റിവേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബോക്സിലാക്കി തന്നിട്ടുണ്ട്, അതും കൂടി നോക്കണ്ടേ. റിവർ ഇൻഡസ്, സിന്ധു നദി അല്ലേ. ഈ റിവർ ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബൊക്കാർച്ചു ഗ്ലേഷ്യറിലാണ്. ഗ്ലേഷ്യറിൻ്റെ പേര് പഠിച്ചു വെക്കണേ, കുറച്ച് ടഫായിട്ട് തോന്നും, പിന്നെ നമുക്ക് ഈസി മനഃപ്പാടമാവും. നോക്ക്, റിവർ ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ്, നിയർ ദി മാനസരോവർ ലേക്ക്. ബൊക്കാർച്ചു ഗ്ലേഷ്യർ എവിടെയാണ്? മാനസരോവർ തടാകത്തിന് തൊട്ടടുത്തിട്ടുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദി നോർത്ത് വെസ്റ്റേൺ ഹിമാലയ. നോർത്ത് വെസ്റ്റേൺ ഹിമാലയയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മുടെ റിവർ ഇൻഡസ്, അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസും. അപ്പോൾ റിവർ ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബൊക്കാർച്ചു ഗ്ലേഷ്യർ. ഏത് തടാകത്തിനടുത്താണ്? മാനസരോവർ ലേക്കിൻ്റെ അടുത്താണ്. ഏത് ഭാഗത്താണ് ഇത് ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നോർത്ത് വെസ്റ്റേൺ ഹിമാലയയിലാണ്. ഇനി റിവർ ഗംഗ ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഗംഗോത്രി ഗ്ലേഷ്യർ. നമ്മുടെ ഗംഗ അല്ലേ, റിവർ ഗംഗ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഇൻ ഗോമുഖ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഗാഗ്ര, ഗാണ്ടക് ആൻഡ് കോസി. 4 ഉള്ളത്. യമുന, ഗാഗ്ര, ഗാണ്ടക് ആൻഡ് കോസിയാണ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ്. അതുപോലെ ഇത് ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഓഫ് ദി ഉത്തരാഖണ്ഡ് ആൻഡ് നേപ്പാൾ. ഉത്തരാഖണ്ഡിൻ്റെയും നേപ്പാളിൻ്റെയും ഇമ്പോർട്ടൻറ്റ് നദികളാണ് ഇവയെല്ലാം. ഇനി 3ാമത്തെ റിവറാണ് റിവർ ബ്രഹ്മപുത്ര. റിവർ ബ്രഹ്മപുത്ര എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഫ്രം ചെമയൂങ് ഡങ് ഗ്ലേഷ്യർ ആണ്. ചെമയൂങ് ഡങ് ഗ്ലേഷ്യറിന് നിയർ മാനസരോവർ ലേക്കിലാണ് അല്ലേ. ചെമയൂങ് ഡങ് ഗ്ലേഷ്യറിൽ നിന്നാണ് റിവർ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ദിബാങ്, ലോഹിത്, മാനസ്. 3 ഉള്ളത്. ദിബാങ്, ലോഹിത് ആൻഡ് മാനസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് എക്സെട്ര. ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദി ഈസ്റ്റേൺ ഹിമാലയ. ഇവയെല്ലാം നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്? ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, നമ്മുടെ ഹിമാലയയുടെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ പൂർവാചൽ ഹിൽസും അല്ലേ, അതുപോലെ സെൻട്രൽ ഹിമാലയാസും, നമ്മുടെ റീജിയണൽ ഡിവിഷനിലുള്ള സെൻട്രൽ ഹിമാലയാസിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോതും നോട്ട്സ് തന്നെ തയ്യാറാക്കിയിട്ട് പഠിക്കുക. നല്ല വലിയൊരു ചാപ്റ്റർ തന്നെയാണ് നമുക്ക് ഓരോ ചാപ്റ്ററും ജോഗ്രഫിയിലുള്ള അത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നോട്ട്സൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ സെപ്റ്റംബർ 3-ാം തീയതിയിലെ നമ്മുടെ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഹാഫ് ഇയർലി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠനം നിർബന്ധമായിട്ട് തുടങ്ങിയാലേ നമുക്ക് അപ്പോഴത്തേനും പഠിച്ച് തീരാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഇപ്പം മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ താങ്ക് യു ഫ്രം